മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ താറുമാറായി നയതന്ത്ര ബന്ധങ്ങൾ വിമർശിച്ച് അമേരിക്കയും ഉക്രൈനും ഇന്ത്യയും റഷ്യയും വംശീയ വിദ്വേഷ രാജ്യങ്ങളെന്ന US പ്രസിഡന്റ് ജോ ബൈഡൻ. മോദി കെട്ടിപ്പിടിച്ചത് യുദ്ധക്കുറ്റവാളിയെന്ന യുക്രൈൻ പ്രസിഡന്റ്. റഷ്യൻ സൈന്യത്തിലെ ഇന്ത്യക്കാരെ തിരിച്ചയക്കാൻ മോദി പുടിൻ ചർച്ചയിൽ തീരുമാനം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോളറ ബാധിച്ചൊരു മരണം. മരിച്ചത് ശ്രീകാരുണ്യ സ്പെഷ്യൽ സ്കൂൾ ഹോസ്റ്റലിലെ അന്തേവാസി അനന്തു. ഹോസ്റ്റലിലെ 6 പേർക്ക് കോളറ സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയ ആരോഗ്യവകുപ്പ്. തിരുവല്ല സത്യം മിനിസ്ട്രീസിൽ മണിപ്പൂരിൽ നിന്ന് കുട്ടികളെ എത്തിച്ചതിൽ നിയമലംഘനം. കുട്ടികളെ എത്തിച്ചത് സാമൂഹ്യനീതി വകുപ്പിന്റെ അനുമതിയില്ലാതെയെന്ന് കണ്ടെത്തൽ. കുട്ടികളെ താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് മാറ്റി. ശിശുക്ഷേമ സമിതിയുടെ നടപടി രഹസ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. PSC അംഗമാകാൻ കോഴ വാങ്ങിയെന്ന ആരോപണം സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. അംഗത്വം ലേലത്തിന് വെക്കുകയാണെന്ന VD സതീശൻ. പബ്ലിക് സർവീസ് കമ്മീഷനിൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. അതിലെ അംഗം എന്ന് പറയുന്നത് അത് നിയമിക്കാൻ വേണ്ടിയിട്ട് അത് ലേലത്തിൽ വെക്കുകയാണ്. എത്ര PSC അംഗത്തിനാണ് ലേലത്തിൽ വെച്ചിരിക്കുന്നത്? ആരോപണങ്ങളിൽ പുതുമയില്ലെന്ന് മുഖ്യമന്ത്രി. ഏതു തരത്തിലുള്ള ഗൗരവമായ അന്വേഷണവും നടത്താൻ സർക്കാർ സന്നദ്ധമാകും. ഒരു തരത്തിലുള്ള വഴിവിട്ട നടപടികളും ഇവിടെ അംഗീകരിക്കപ്പെടുകയോ അത് വകവെച്ചു കൊടുക്കുകയോ ചെയ്യില്ല. മന്ത്രി മുഹമ്മദ് റിയാസിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമെന്ന് CPIM കോഴിക്കോട് നേതൃത്വം. പ്രമോദ് കോട്ടൂളിക്കെതിരെ പോലീസിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. അത്രസ് ദുരന്തത്തിൽ SP ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. നടപടി അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം സംഘാടക സമിതിക്ക്. ജില്ലാ അധികൃതർക്ക് കടുത്ത വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ട്. ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകൻ. BCCI പ്രഖ്യാപനം. രാഹുൽ ദ്രാവിഡ് പദവി ഒഴിഞ്ഞതിന് പിന്നാലെ ഗംഭീറിന്റെ കാലാവധി 2027 ഡിസംബർ വരെ.